എഗെയിൻ ഞാൻ വന്നു. ഇന്ന് നമുക്ക് ഒരു റാപ്പ്, അല്ലെങ്കിൽ നമുക്കല്ല, ഇത് നമ്മൾ ഒരു റാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ബിഫോർ എല്ലാവർക്കും എന്റെ കിച്ചണിലേക്ക് സ്വാഗതം. സോ ആദ്യം നമുക്ക് ഇതിനായിട്ട് മയണൈസ് വേണം. അപ്പൊ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എഗ് ബോയിൽ ചെയ്യാം. ബോയിലേക്ക് വെച്ചാണ് നമ്മളിന്ന് മയണൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മുട്ട കുക്കറിലാണ് വെച്ചത്. ഒരു വിസിൽ കേട്ടാൽ മതി. ഇനി മുട്ട പുഴുങ്ങാൻ അറിയാത്തവരാണെങ്കിൽ പുഴുങ്ങണ്ട. ഒരു മുട്ട പോലും പുഴുങ്ങാൻ അറിയത്തില്ലെങ്കിൽ പുഴുങ്ങി തിന്നണ്ട. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യാം. അതെല്ലാം കൂടി കാണിക്കാനുള്ളൊരു സ്പേസ് എടുക്കണമെന്ന് എനിക്ക് അതിനെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെല്ലാം കൂടെ ഉള്ളൊരു സ്പേസ് ആയിട്ട് ഫോണിലില്ല. ആരെങ്കിലും ഐഫോൺ ഡെലിവറി കൊടുക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കാം. വെജിറ്റബിൾസ് അരിയുന്നതിന് മുമ്പ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നേരത്തെ മാരിനേറ്റ് അങ്ങനെയാണെന്ന് പറയുക. അരപ്പ് കുറച്ച് ചിക്കനാണ്. ഇപ്പോഴും നക്കി വെക്കാം. ഉപ്പ് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് 2-3 പീസ് എടുത്തിട്ട് ഉപ്പൊക്കെ ആക്കിയിട്ട് പാക്കറ്റ് വെച്ച് ഫ്രിഡ്ജ് വെക്കാം. ഇത് നമുക്കിത് പൊരിക്കാം. അതിനായിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഒരു വലിയ കാര്യമായിരുന്നു. ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ചിക്കൻ പിടിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തോന്നി. നമ്മൾ കുറച്ച് കുക്കുംബറും പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ മിരികണം ചേർന്നിട്ടുള്ളൊരു ഒരു മിക്സർ ഉണ്ടാക്കി അതിലേക്ക് ഇട്ട് വെക്കണം. ഒരു കിച്ചറ് പോലെ കിട്ടാനാണ് ഇട്ട് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇരുന്നു. ഇങ്ങനെ ഒരു ഓവർ നൈറ്റ് ഇടുകയാണെങ്കിൽ എക്സ്ട്രാ ഐസ് നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ഇതിലേക്ക് ഈ സാധനം ചേർക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതെന്താണ് കറക്റ്റായിട്ട് കമന്റ് ചെയ്യുന്നവർക്ക് ഗീവ് അവേ ആയിട്ട് ഒരു സമ്മാനം തരുന്നുണ്ട്. ഇത് തന്നെ ഞാൻ അങ്ങോട്ട് അയച്ചു തരും. ഓരോ വെച്ചോട്ട് തരുന്നത്. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് കടക്കാം. ആദ്യം നമ്മളൊരു ജാർ എടുക്കാം. ഓക്കെ, ബ്യൂട്ടിഫുൾ ജാർ. ഓക്കെ, അതിനുശേഷം പുഴുങ്ങിയ മുട്ട ബോയിൽഡ് എഗ് നമുക്ക് ഇതിലേക്ക് ഇടാം. നല്ല മുട്ടയുടെ വാട. ഇത്രയും ഗാർലിക് ഇടുന്നുണ്ട്. എനിക്ക് ഗാർലിക്കിന് ടേസ്റ്റ് ഇഷ്ടമായോട്ടു. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലേക്ക് ചീസ് സ്ലൈസ് ആണ് ഇടാൻ പോകുന്നത്. അതിട്ട് കൊടുക്കാം. I think it's a cheddar cheese. എനിക്ക് അറിയത്തില്ല ഇത് ചീസാണെന്നും. ഇവിടെ ഇരുന്നു അവിടെ ചേർക്കും. നന്നായിട്ട് പിച്ചി എന്നറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ, കുറച്ച് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതൊന്നും ബ്ലെൻഡ് ആവുന്നില്ല. എല്ലാം ഒരു അവിയുടെ പരുവായിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് വലിയ ജാർ എടുക്കാം. ഇത് കാണുമ്പോൾ ചിലവര് പറയും അപ്പോഴേ അറിയാമായിരുന്നു എനിക്ക് ഇത്രയും ചെറിയ ജാറിലിട്ടാ എങ്ങനെയാ ബ്ലെൻഡ് ആവുന്നേന്ന്. നെവർ മൈൻഡ്. ഇതാണ് റെഡിയാക്കിയ മയണൈസ്. കാണുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോയുടെ ആദ്യം ഹെൽത്തി മയണൈസ് എന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇറ്റ്സ് ബിക്കോസ് ഇതൊരു ഹെൽത്തി മയണൈസ് അല്ല. ഞാനിതിൽ ഒരുപാട് എന്താ പറയാ, അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ബ്ലെൻഡ് ആയില്ല. എഗെയിൻ ഞാൻ ചേർത്തോണ്ടേ ഇരുന്നു. പക്ഷെ അത് ബ്ലെൻഡ് ആയില്ല. പിന്നെ ഞാൻ വീക്ക് ഒഴിച്ചിട്ടാണ് ഇത് റെഡിയാക്കിയത്. ഇപ്പൊ അത്രയും സൺഫ്ലവർ ഓയിൽ ചേർത്ത് വെച്ചിട്ട് ഹെൽത്തി മയണൈസ്. ആരും വീട്ടിൽ ട്രൈ ചെയ്യേണ്ട. കൊളത്തിലെ ഫ്ലോപ്പാണ്. പക്ഷെ കഴിക്കാം. അത്രയും ഉള്ളൂ. നമുക്കിത് ഈ ചിക്കൻ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് കട്ട് ചെയ്യാം. ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ചപ്പാത്തി എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ടോർട്ടിയ എന്ന് പറയും. എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇനി തോർത്തില്ല മുണ്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇത് എഴുതുന്നതാണ് ടോർട്ടിയ എന്നാണ്. മനസ്സിലായല്ലോ അല്ലേ? സോ നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം കുറച്ച് മയണൈസ് എടുക്കാം. ഈ മയണൈസ് ആക്ച്വലി ഇങ്ങനെ ഉണ്ടാക്കിയ മയണൈസ് ഒന്നും എൻ്റെ ബ്രദർ കഴിക്കാറില്ല. സോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഈ മയണൈസ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എന്നൊക്കെ അറിയുന്നത്. എന്നിട്ട് ഈ സാധനം കഴിച്ച് കഴിഞ്ഞിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? നമ്മൾ കഴിക്കാത്തവരെ കൂടി ഇങ്ങനെയൊക്കെ നമുക്ക് കഴിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യൂക്കമ്പർ, നമുക്കിനി കുറച്ച് പീസ് ചിക്കൻ ഇവിടെ മുകളിൽ വെച്ചിട്ട്
നമുക്ക് കുറച്ച് ലെറ്റ്യൂസ് കൂടെ വെച്ചിട്ട് ഇത് റാപ്പ് ചെയ്യാം. ഇതിങ്ങനെ റാപ്പ് ചെയ്യുന്നതിനാണ് നോർമലി റാപ്പർ പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ റാപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് ഗൈസ് നമ്മൾ ലഞ്ചിന് അന്നൊക്കെ കൊടുത്തുന്ന പാത്രം. ഇത് കട്ട് ചെയ്തിട്ട് we got 2 pieces, so എനിക്കിവിടെ ഇതുപോലെ ഒരു റാപ്പോട് ചെയ്യാം. ഇനി നമുക്കിത് ഇവർ ഒഴിഞ്ഞു കിടക്കുന്നോണ്ട് ഇവരെ കുറിച്ച് സമയത്ത് കൊടുക്കാം. യൂർബലി ഇത് അന്നൊക്കെ കഴിക്കുന്നതല്ല. എന്താണ് യാത്ര വെച്ചത് അത് കഴിക്കാറില്ല. എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമുക്ക് ഇവരെ കുറച്ച് മയണൈസ് ഇവിടെ വെച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് അടുത്ത റാപ്പ് ചെയ്യാം. ആക്ച്വലി ഇതിനൊരു ഷേപ്പില്ല. ആരാണോ എന്തോ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഫുഡ് നമ്മൾ കുറ്റം പറയാതെ കഴിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് കുറ്റമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടോ അല്ലേ? ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് റാപ്പ് ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഇതിന് റാപ്പ് എന്ന് പേര് വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാട്ടുകാരൻ റാപ്പ് അല്ല. ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ച് കഴിക്കാതായിരിക്കും നല്ലത്. കാര്യം ലോട്ട്സ് ഓഫ് ഫില്ലിങ് മത്തി വെക്കാം. എന്നിട്ട് യൂസ് ചെയ്യാത്ത 2 ഭരണി കുത്തി വെച്ചിട്ട് കുത്തി കൊടുക്കുക. യൂസ് ചെയ്യാത്തത് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കിത് മുറിക്കാം. ലഞ്ച് കുഞ്ഞു പാത്രത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഇതിൽ മുറിക്കുക. എന്നിട്ട് മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നിന്ന് മുറിക്കുക. മുറിക്കാൻ വളരെ സിമ്പിളാണ്. മുറിക്കുമ്പോഴേ കണ്ടിട്ട് ഇങ്ങനെ തുറന്നു വരും. ഇല്ല വരില്ല. ആർക്കും ഇങ്ങനത്തെ റാപ്പ് ഉണ്ടാക്കാൻ ഉള്ള ഇത് കൊടുക്കല്ലേ. വീണ്ടും ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇതെന്താ വരാത്ത ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഈ പല്ലി കുത്തി എടുക്കുക, ഇവിടെ കുത്തി കൊടുക്കുക, ഇതെടുക്കുക, പാത്രത്തേക്ക്. കഴിച്ച് നമ്മുടെ റാപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ഫിനിഷിങ് ആ ഒരു പ്രോസസ്സ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അതെടുക്കാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ റാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും. ഏകദേശം സമയം 12 മണിയാവാൻ പോകുന്നു. എനിക്ക് നാളെ വർക്കിന് പോകണം. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഇനി ഒരു വീഡിയോ എടുക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ സ്റ്റോറേജ് എല്ലാം പോയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ കയ്യിൽ കത്തി കണ്ടില്ലേ, അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം. അല്ലെങ്കിൽ കത്തിയായിട്ട് ഞാൻ വരും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. താങ്ക് യു.